തിരുവനന്തപുരം കാരയ്ക്കാമണ്ഡപത്ത് അക്യുപഞ്ചർ പ്രസവ ചികിത്സ നടത്തി അമ്മയും കുഞ്ഞും മരിച്ചത് അല്ല കൊല്ലപ്പെട്ടത് ഒരു ഒറ്റപ്പെട്ട സംഭവമായോ കൈപ്പിഴയായോ കണ്ട് തള്ളിക്കളയരുത്. അക്യുപഞ്ചർ ചികിത്സാ രീതി ശാസ്ത്രീയമാണോ എന്ന ചോദ്യത്തിന് രണ്ട് വാദങ്ങളുണ്ടാകാം. എന്നാൽ ഈ ചികിത്സ നടപ്പാക്കുന്നതിന് കൃത്യമായ മാനദണ്ഡങ്ങളോ ചികിത്സിക്കുന്നവർക്ക് ഏകീകൃത പരിശീലന രീതിയോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം. അതിനാലാണ് അക്യുപഞ്ചറിൽ ഒരിക്കലും പാടില്ലാത്ത പ്രസവ ചികിത്സ പോലും നടത്തുകയും അതിൽ വിശ്വസിച്ച് ഒരമ്മയും കുഞ്ഞും കൊല്ലപ്പെടുന്ന സാഹചര്യവും ഉണ്ടായത്. ഗൈനക്കോളജി ട്രീറ്റ്മെൻറ്റ് ട്രഡീഷണൽ അക്യുപഞ്ചറിലും ഇല്ല, ജാപ്പനീസ് അക്യുപഞ്ചറിലും ഇല്ല, കൊറിയൻ അക്യുപഞ്ചറിലും ഇല്ല, ഇന്ത്യൻ അക്യുപഞ്ചറിലും ഇല്ല. ലോകത്ത് ഒരിടത്തും അക്യുപഞ്ചറിൽ ഡെലിവറി എടുക്കുന്ന അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ ബർത്ത് സംബന്ധമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോളുകൾ, ട്രീറ്റ്മെൻറ്റ് മെത്തേഡുകൾ അക്യുപഞ്ചറിൽ ഇല്ല. മെഡിക്കൽ രംഗത്ത് നിലവിലുള്ള നിയമങ്ങൾ ഒന്നും പാലിക്കാതെയാണ് കേരളത്തിലെ ഭൂരിഭാഗം അക്യുപഞ്ചർ ചികിത്സാ പഠന കേന്ദ്രങ്ങളും പ്രവർത്തിക്കുന്നത്. 2021 കേരള മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ആക്ട് പ്രകാരം ഡോക്ടർ ബിരുദമുള്ളവരുടെ മേൽനോട്ടത്തിൽ മാത്രമേ ഏത് ഉപചികിത്സയാണെങ്കിലും നടത്താൻ കഴിയൂ. അതായത് അക്യുപഞ്ചർ പോലുള്ള ചികിത്സകൾ MBBS, ആയുർവേദ, ഹോമിയോ തുടങ്ങി ഏതെങ്കിലും അംഗീകൃത ഡോക്ടറുടെ കീഴിൽ വേണം നടത്താൻ. 2022 കേരള പബ്ലിക് ഹെൽത്ത് ആക്ട് നിയമത്തിലും ഇക്കാര്യം വ്യക്തമായി പറയുന്നുണ്ട്. 2017 ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് പ്രകാരം ചികിത്സാ കേന്ദ്രത്തിന് വേണ്ട മാനദണ്ഡങ്ങളും കൃത്യമായി പറയുന്നു. അക്യുപഞ്ചർ ചികിത്സയെ ഒരു മതവിഭാഗത്തിന്റെ ചികിത്സാ രീതിയായി പ്രചരിപ്പിക്കുന്ന വാദവും ഈ രംഗത്തുള്ളവർ തള്ളുന്നു. അക്യുപഞ്ചർ എന്ന് പറയുന്നത് ഒരു ഇസ്ലാമിക് ബാക്ക്ഗ്രൗണ്ടിൽ പോലും ഉള്ള ചികിത്സയല്ല. അക്യുപഞ്ചർ ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത് ഇന്ത്യയിലാണ്. അത് ചൈനീസ് ചികിത്സാ രീതി എന്നാണ് അറിയപ്പെടുന്നതെങ്കിലും അക്യുപഞ്ചർ ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത് ഇന്ത്യയിലാണ്. ബോധിസത്വൻ വഴിയൊക്കെയാണ് അത് വരുന്നത്. ഒരു ഡീപ്പ് ഹിസ്റ്ററി ഉണ്ട് അതിനകത്ത്. ചൈനയിലാണ് അത് ഏറ്റവും ഡെവലപ്പ് ആയത് എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. കേരളത്തിൽ 22ഓളം അക്യുപഞ്ചർ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, അതിൽ തിരുവനന്തപുരത്ത് മരിച്ചുപോയ നമ്മുടെ റൊസാരിയോ എലിസബത്ത് മാഡം, അവർ മുസ്ലിമല്ല. ആലപ്പുഴയിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന ഡോക്ടർ ആൽബർട്ട് സാറ്, അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയാണ്. ആൾസോ ആലപ്പുഴയിൽ തന്നെ മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന രാജേശ്വരി മാഡം, അവർ ഹിന്ദുവാണ്. ഓരോ സൂചിമുനയ്ക്ക് മുന്നിലും ഓരോ ജീവനുണ്ട്. കൃത്യമായി നിയമ സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ സർക്കാർ തയ്യാറായില്ലെങ്കിൽ ഇനിയും ഇത്തരം ദുരന്തങ്ങൾ നമ്മൾ കാണേണ്ടി വരും.